Hello everyone, good evening. Okay, nice to see you all. Okay, നമുക്കിന്ന് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡാണ്. നമ്മളിങ്ങനെ കുറേ ആഴ്ചകളിലായിട്ട് ഇങ്ങനെ മൈൻഡിന്റെ പല ആസ്പെക്ട്സ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇന്ന് പക്ക മൈൻഡ് മൈൻഡിലേക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആഴ്ന്നിറങ്ങി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ മൈൻഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മഹാസാഗരാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്നും അറിഞ്ഞിട്ടില്ല ശരിക്കും. അപ്പം വളരെ കുറച്ച് മാത്രമേ പല ആൾക്കാർക്കും മൈൻഡ് എന്താണെന്ന് കൂടെ ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവും. മനസ്സിന്റെ ഇമ്പോർട്ടൻസ്, മൈൻഡ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ബ്രെയിനിനെയാണ് ഓർമ്മ വരിക അല്ലെ? എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? മൈൻഡ് എന്ന് പറയുമ്പോൾ മൈൻഡ് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അത് ബ്രെയിനുമായി ബന്ധപ്പെട്ട സംഭവമല്ലേ എന്ന് പറയും. നോ, ബ്രെയിനും മൈൻഡും രണ്ടും ഡിഫറെന്റ് ആണ്. ബ്രെയിൻ ശരിക്കും ഒരു ഓർഗനാണ്. അതിനൊരു ഫിക്സഡ് സ്പേസ് ഉണ്ട്. അത് നമ്മളെ തലന്റെ ഉള്ളിൽ ഈ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ മൈൻഡ് അങ്ങനല്ല. മൈൻഡ് ഒരു ഓർഗൻ അല്ല. മൈൻഡ് എവിടെയാന്ന് ചോദിച്ചാല് പലരും പറയുന്നത് പല വേർഷൻസിലായിട്ട് പറയാം. നമ്മുടെ പലപ്പോഴായിട്ട് പറയലുണ്ട് നമ്മുടെ മൈൻഡ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിന് തന്നെ പല തിയറീസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പൊതുവെ പറയല് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ഒക്കെ. അപ്പൊ നമ്മൾ പൊതുവെ മൈൻഡ് പവറിലേക്ക് വരുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സംഭവം ഇത് തലയിലേക്കാണ് പലരും ചൂണ്ടുന്നത്. കാരണം എന്ത്, അവിടെയാണ് നമ്മളെ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ തല വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മളെ മെമ്മറൈസ്, നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പലരുടെയും ധാരണ എന്താ, ബ്രെയിനിലാണ് നമ്മുടെ മൈൻഡ് എന്ന്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബ്രെയിനിലല്ല നമ്മുടെ മൈൻഡ്. നമ്മൾ ജോ ഡിസ്പെൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ ബോഡി തന്നെയാണ് എന്ന് പറയും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സ്ഥലവും കാലവും ബാധകമല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയലുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോഡിയിൽ മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, അത് പരന്ന് കിടക്കാണ്. ആക്ച്വലി അത് ബോഡിയിലും ഒതുങ്ങുന്നില്ല. അതിന് സ്ഥലവും കാലവും ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ അതിന് സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. സോ അതൊരിക്കലും നമുക്ക് മൈൻഡിനെ നമ്മുടെ ശരീരത്തിലേക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫൈൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ മൈൻഡ് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആണ്. അപ്പം മൈൻഡിന്റെ പല തലങ്ങൾ പഠിക്കാൻ പോയാൽ നമുക്ക് പല 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 കാര്യങ്ങൾ പഠിക്കാം, പല ലെയേഴ്സ് പഠിക്കാം. അങ്ങനെ അതൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ഭാഗം, മൈൻഡിന്റെ ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് എന്തുകൊണ്ട് മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ മൈൻഡിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ആകുലപ്പെടാറില്ല. നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിക്ക് വെച്ചാൽ നമ്മൾ അപ്പം പോയിട്ട് ഡോക്ടറെ കാണിക്കും അല്ലെ? പൊള്ളലേറ്റാലും നമ്മൾ അപ്പം പരിചരിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിന് അങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയാൽ നമ്മൾ അത്ര അങ്ങോട്ട് വകവെക്കൂല. ഓക്കെ, അതൊരു മൂഡ് ഓഫ് ആണെങ്കിൽ, ലോ എനർജിയാണ്, അത് ഒന്ന് ഉറങ്ങി തീർന്നാലും മാറും, ആ ഒരു രീതിയിലൊക്കെ അത്രയൊക്കെ കെയർ ഒക്കെ നമ്മൾ മൈൻഡിന് കൊടുക്കാറുള്ളൂ അല്ലെ? അതല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകും, അത്രക്കുള്ള ഒരു കെയറിങ്ങേ നമ്മൾ കൊടുക്കാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ കെയറിങ് കൊടുക്കണം എന്ന് പോലും നമ്മൾ പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ 19th സെഞ്ചുറിയിൽ, അതായത് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി വില്യം ജെയിംസ് ആണ് ഈ മൈൻഡിന്റെ ഈ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നതും അതിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്നതും അതിനെ പല രീതിയിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് അതിന്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നത് വില്യം ജെയിംസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വില്യം ജെയിംസിനെ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം അത്രക്കും കോൺട്രിബ്യൂഷൻ, അതായത് ഏറ്റവും വലിയ ഡിസ്കവറി, ഈ ഒരു ഡിസ്കവറി ഏറ്റവും വലിയ 20th സെഞ്ചുറിയിലേക്കുള്ള ഏറ്റവും വലിയ ഡിസ്കവറി ആണ് എന്ന് പറയുന്നുണ്ട്. കാരണം മൈൻഡിന് ഇത്രക്കും പോസിബിലിറ്റീസ് ഉണ്ട്, ഇതിന് ഇത്രക്കും യൂട്ടിലിറ്റീസ്, ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത്രയും കാലം അറിവില്ലായിരുന്നു. അതൊരു ശാസ്ത്ര ലോകത്തിന് തന്നെ അതൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ നമ്മൾ സാധാ മനുഷ്യന്മാർ ഇതെന്തിനു പഠിക്കണം, നമ്മൾ എന്താ അറിയണം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ വീട്ടിൽ ഒരു മിക്സി വാങ്ങിയാൽ, മിക്സി പോട്ടെ, എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക?
പുതിയത് വാങ്ങിയതാണല്ലോ. ഈവൻ ഇപ്പം നമുക്ക് അറിയാമെങ്കിൽ കൂടി നമ്മൾ അതിന്റെ ഫിറ്റിങ്സ്, അതിന്റെ വർക്കിംഗ് ഒക്കെ നമ്മളൊന്ന് മാനുവൽ നോക്കി മനസ്സിലാക്കും. അതല്ലെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാരടുത്ത് നമ്മൾ പോയി മനസ്സിലാക്കും. പക്ഷെ നമ്മൾ മൈൻഡിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോഴേ, ആ ജനിക്കുമ്പോഴേ എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ്. നമ്മളെ കുറിച്ച്, അതായത് നമ്മളെ പാരന്റ്സ് എപ്പം എനിക്കൊരു കുട്ടി വേണം എന്ന് ചിന്തിക്കുന്നോ അന്ന് മുതൽ നമ്മൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്നത് ഒരു കോൺഷ്യസ്നസ് ആണല്ലോ. അപ്പം എനിക്കൊരു കുട്ടി വേണം എന്നൊരു നമ്മുടെ പാരന്റ്സ് ചിന്തിച്ച അന്ന് മുതൽ തന്നെ നമ്മളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സോ അത്രക്കും ബാക്കാണ് അത്. ചിന്തയിലൂടെ ഉണ്ടായതാണ് ശരിക്കും. നമ്മളെ DNA കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ആൻസിസ്ട്രൽ പാറ്റേൺസ് വഴി നമ്മൾ ഒരുപാട് 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 ബാക്കോട്ടേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ മിക്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ മിക്സി നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന്റെ മാനുവൽ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കും. ഇതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ഏതോ കാലം, അതായത് നമ്മളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മുതൽ നമ്മൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു ബോധം നമ്മൾ എന്ന ബോധം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും നന്നായിട്ട് ചിന്തിച്ച് ആഴത്തിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അതായത് നമ്മുടെ ജീവിതം, ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്, ഇതേപോലെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നെപ്പോഴെങ്കിലും നിങ്ങൾ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ നോക്കുന്നിടത്തൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് അല്ലെ? അല്ലെ, ഇങ്ങനൊക്കെ തന്നെയാണ്. ഇത് നോർമലൈസ്ഡ് ആണ്, ഇങ്ങനെ തന്നെയാണ് നോർമൽ ലൈഫ് എന്ന് പറയുന്നത്, ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ധാരണ. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചത്, അങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം ചെയ്ത് കണ്ടീഷൻ ചെയ്ത് വെച്ചത് എന്നുള്ളതാണ്. സോ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ കാണുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കാണുന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കേൾക്കുന്നതാണല്ലോ നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാൻ പോലും, ദിസ് ഇസ് എ നോർമൽ ലൈഫ്, ഇങ്ങനെയാണ് ലൈഫ് വേണ്ടത് എന്നുള്ള രീതിയിലാണ്, ആ ഒരു കണക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഈ അടുത്ത് ഞാനൊരു പോസ്റ്റ് വായിച്ചു നസ്രിയന്റെ. അതായത് ആൾക്ക് ഒരു അതായത് 2-3 ദിവസം കേട്ടോ, തോന്നുന്നു 2-3 ദിവസമായിട്ടില്ല, ഇന്നലെയാണ് കാണുന്നത്. അപ്പം ആൾക്ക് കുറച്ച് മെന്റലി ആളൊന്ന് ഫ്രസ്ട്രേറ്റഡ് ആയപ്പം, കുറച്ച് വൈകാരികമായ സമ്മർദ്ദങ്ങൾ മൂലം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് അവധി എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, കാരണം എനിക്ക് എന്റെ സെൽഫിനെ ഒന്ന് റെഡി ആക്കണമായിരുന്നു, ഞാൻ ഹീലിംഗിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കും, ഓ അവ സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റികൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും, ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, അപ്പൊ അവർക്ക് അത് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ എന്താണ് ഇത് വേറെ എന്തോ വലിയ ആൾക്കാർക്ക് പറഞ്ഞ സാധനമാണ് എന്നുള്ള രീതിയിലൊക്കെ അത് നമ്മൾ സൈഡാക്കാണ്. ആക്ച്വലി ഇത് നമ്മൾക്കും ഉണ്ട് ഈ പ്രശ്നങ്ങൾ, നമുക്കുണ്ട് ആങ്സൈറ്റി, നമുക്കുണ്ട് സ്ട്രെസ്, ഈ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അതിനെ വക വെക്കുന്നില്ല, നമ്മൾ അതിനെ വല്ലാണ്ട് നോർമലൈസ് ആക്കി, ഇതൊക്കെ സിമ്പിൾ, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ഇതൊക്കെ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം എന്നൊക്കെ രീതിയിലാണ് നമ്മളിത് കണക്കാക്കുന്നത്. പൊതുവെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ പറഞ്ഞയക്കുമ്പോഴേ, പുതിയ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ അവർ പറയും, ഓ സാധാരണ പറയുന്ന ഡയലോഗാണ് കേട്ടോ, എന്ത് ആ ആ, ചട്ടിയും കലയായാലും തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്, നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും നിങ്ങൾക്ക് തന്നെയാണ്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്ത് നീ ഒന്ന് താന്നു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ സെറ്റ് ആയിക്കോളും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും വരാം. യെസ്, അഗെയിൻ അവിടെയും നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ളതാണ്, ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്നിട്ട് നമുക്ക് കുറെ എക്സാമ്പിൾസും പറഞ്ഞിട്ടു, നീ അപ്പുറത്തെ വീട്ടിൽ നോക്കുക, ഓരോക്കെ എന്തേനും കല്യാണം കഴിഞ്ഞ് ഫുൾ അടിയും ഇപ്പൊ എത്ര സുന്ദരമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, നീ ഒന്ന് നോക്കിയെന്ന് പറയും. ഇനി ഇതറിയുന്ന കുടുംബക്കാരെങ്ങാനും ഇതെല്ലാം അറിഞ്ഞു വന്നാല്, നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ചെന്ന് അറിഞ്ഞു വന്നാൽ അവരെ വലിയൊരു കൗൺസിലിംഗ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പറയാനുള്ളത് തന്നെ ആയിരിക്കും, ഓ ഞാൻ 10-12 കൊല്ലായില്ലേ ഞാൻ ഇങ്ങേരുമായിട്ട് ജീവിച്ചു പോകുന്നു, അപ്പൊ ഒരു പ്രശ്നവുമില്ല, നമ്മളിങ്ങനെ ഒരു നാക്കിൽ ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ആക്ച്വലി ഇതൊരു തരം പ്രോഗ്രാമിംഗ് ആണ്, ഇതൊരു തരം കണ്ടീഷനിങ് ആണ്. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ പെൺകുട്ടിക്ക് പിന്നെ എന്താ സംഭവിക്കുക? അവളിത് സഹിച്ച് എന്താണ് ഭയങ്കര എന്താ പറയാ, നമ്മള് ക്ഷമിക്കുക എന്ന് ഞാൻ പറയില്ല, സഹിക്കുക ചെയ്യാം.
സഹിച്ച് 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 ഇങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് തള്ളി നിൽക്കുകയാണ് ചെയ്യുക. കാരണം അവളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സഹിക്കലാണ്, നമുക്ക് പറഞ്ഞ അഡ്ജസ്റ്റിംഗ് ആണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനൊക്കെ തന്നെ ആണ് ജീവിതത്തിന്റെ വഴി, ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇതുപോലെ തന്നെ പോയേ മതിയാവും എന്നുള്ള ഒരു ധാരണ അവളെ കിട്ടുകൊടുക്കുകയാണ്. സോ ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് കണ്ടീഷനിങ്. ഇനിയിപ്പോ പാരന്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ നോക്കൂ, കുട്ടികളെ വരും, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, അവരെന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ വീട് ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇങ്ങനെ ക്ലീൻ ആക്കി ഓരോ ഭാഗം ക്ലീൻ ആക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴായിരിക്കും പെട്ടെന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവിടെ മണ്ണാക്കി, അതല്ലെങ്കിൽ പേപ്പർ ചിതറിയിട്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടെ കൂട്ടിത്തെറിക്കില്ലേ. നീ കാണുന്നില്ലേ ഞാൻ ഇവിടെ അടിച്ചു വാരി തൂത്തുവാരി ഇങ്ങനെ വരുന്നത്, പിന്നെയും അവിടെ കൊണ്ടുപോയി എന്താ പറയാ കച്ചറാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യും. ഇത് നമുക്കറിയാം കുട്ടികളാണ്, അവരിങ്ങനെ ഒപ്പിക്കും എന്നൊക്കെ അറിയെങ്കിൽ കൂടി നമ്മളിതിങ്ങനെ വളരെ സ്ട്രെയിൻഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ദേഷ്യം കൊണ്ട് പുറത്തേക്ക് വരും. ചില സമയത്ത് നമുക്ക് വേറെ ആരോ ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മായിമ്മന്റെ അടുത്തുനിന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ആകെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇവരിങ്ങനെ എന്താ ചെയ്യുക, ഇത് നമ്മളെ പാവം പിടിച്ച മക്കള് ഇവരിതും കൂടി ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടെ അവരെ മേലേക്കായിരിക്കും പൊട്ടിത്തെറിക്കുക. പക്ഷേ ഇത് നമ്മളിങ്ങനെ പാസ് ഓൺ ചെയ്താണ് കൊടുക്കുന്നത് അല്ലെ. അവിടുന്ന് കിട്ടിയത് നമുക്ക് വേറെ എവിടുന്ന് കിട്ടിയത് നമ്മൾ മക്കളിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഇമോഷൻസ് നമ്മൾ ഇങ്ങനെ പാസ് ഓൺ ചെയ്യുന്നത്, ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ഞാൻ നല്ലൊരു വേർഡ് മാനേജ് ചെയ്യുക, ഈ ഒരു ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ നമ്മളെ കുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും. നമുക്ക് അതിന് ശേഷം നമ്മൾ ചീത്ത പറഞ്ഞു അടിച്ചതിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ടാവും. പക്ഷെ അപ്പൊ ആ ഒരു അമ്മ മനസ്സ് അവിടെ വേദനിക്കുന്നുണ്ട്. ആക്ച്വലി അമ്മ മനസ്സ് അവിടെ വേദനിക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ ആ ഒരു വേദന, ആ പെയിൻ റിലീഫ്, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരണം, എങ്ങനെ എനിക്ക് എന്റെ കുട്ടികളെ നന്നായിട്ട് നോക്കണം, സ്നേഹിക്കണം, അവരെ നന്നായിട്ട് വളർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഇത് എങ്ങനെയെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും തിരിച്ച് അതേ പാറ്റേണിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെയും തിരിച്ച് അതേ ദേഷ്യം പിടിക്കല്, ഇതേ സംഭവം പിന്നെ ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഈ സൈക്കിൾ അവർക്ക് ബ്രേക്ക് ചെയ്തിട്ട് അവരെ കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് വളർത്താൻ പറ്റാത്തത്? കാരണം ഇവിടെ ഒക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടായി വെച്ചാല്, നമ്മള് ഇവിടെ മോഡൽ ചെയ്ത് പറ്റിട്ട് നമ്മളിപ്പോ നമ്മളെ കുട്ടികളെ വളർത്തുന്ന രീതി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഒന്നെങ്കിലും നമ്മളെ പാരന്റ്സ് നമ്മളെ വളർത്തിയ അതേ രീതിയിലായിരിക്കും നമ്മളിപ്പോ നമ്മളെ കുട്ടികളെ വളർത്തുന്നത്. അപ്പൊ പാരന്റ്സിന് ഒരു പക്ഷെ പാരന്റിങ് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല, പാരന്റിങ് അവയർനെസ് ഉണ്ടാവില്ല. അവരെ മക്കളെ നോക്കിയത് അവരവരുടെ പാരന്റ്സിനെ കണ്ടിട്ടായിരിക്കും. അപ്പം എല്ലാ ജനറേഷനിലും സെയിം പാറ്റേൺ ഓഫ് പാരന്റിങ് ആണെങ്കിലും നടക്കുമോ? ഇല്ല. കാരണം ഓരോ ജനറേഷനിലും നമ്മളെ കുട്ടികളുടെ സ്വഭാവം, രൂപം, പാറ്റേൺസും ഒക്കെ മാറി 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 വരുന്നുണ്ട്. അപ്പം അവരുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച്, അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറുന്നതിനനുസരിച്ച് നമ്മളെ പാരന്റിങ് സ്റ്റൈലും അവിടെ മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെ മാറ്റുമ്പോഴാണ് അവിടെ നല്ലൊരു പാരന്റ് ചൈൽഡ് ബോണ്ട് ക്രിയേറ്റ് ആവുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പാരന്റ്സിന്റെ അതേ സ്റ്റൈൽ എടുത്തിട്ട് നമ്മൾ അവിടെ കോപ്പി ചെയ്യും. അവർക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയ അവരെ പാരന്റ്സിനുണ്ട്. അപ്പൊ നമ്മളിപ്പോ കടന്ന് കൊണ്ടുപോകുന്ന പാരന്റിങ് സ്റ്റൈൽ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും നമ്മളൊന്ന് ആലോചിക്കുക. മ്യൂസിയത്തിൽ ഇടാൻ പറ്റൂലേ, മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്ന അത്രയും പഴക്കമുള്ള ഒരു പാരന്റിങ് സ്റ്റൈലിലായിരിക്കും നമ്മളിപ്പോ കൊണ്ടുപോകുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അഗെയിൻ ഇവിടെ നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ പോലും ഇവിടെ കണ്ടീഷൻഡ് ആണ്, പ്രോഗ്രാംഡ് ആണ് അല്ലെ. നമ്മൾ കണ്ടതെന്തോ അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കേട്ടതെന്തോ അതാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അനുഭവിച്ചതെന്തോ അതാണ് നമ്മൾ കൊടുക്കുക. ഇതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം ഇതൊക്കെ എവിടെ പോയി കേറിപ്പോയിട്ടുണ്ട്, നമ്മളെ ഉള്ളില് മോഡൽ ചെയ്ത് പോയിട്ടുണ്ട്, നമ്മളെ ഉള്ളില് ഇമേജ് ആയിട്ട് കേറി പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. എപ്പോഴും പറയുന്ന കാരണം ഇമേജ് ആൻഡ് ഫീലിങ്സ് ആർ ദി ലാംഗ്വേജ് ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഇത് കയറിപ്പോയ ഒരു സംഭവത്തിന് പിന്നെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കും? അപ്പൊ ഇമേജ് മാറ്റണം, ഫീലിങ്സ് മാറ്റണം, അങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു മൈൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ നല്ലോണം മാറ്റി ഒരുങ്ങി കണ്ണാടിയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെ റിഫ്ലക്ഷന് നിങ്ങൾക്ക് മിററിൽ കാണാൻ പറ്റും. അപ്പോഴാണ് നിങ്ങളുടെ മുഖത്ത് ഇവിടെ നല്ലൊരു മറുക് കാണാൻ പറ്റുന്നത്, നല്ലൊരു മറുക് കണ്ടു. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ അത് മാറ്റാൻ നിങ്ങൾ കണ്ണാടിയിൽ പോയിട്ട് ആ മറകുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല.
കണ്ണാടിയിൽ പോയിട്ട് ആ മറുകുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല, അത് മാറൂല. അത് കോമൺ സെൻസ്, അത് മാറൂല. എവിടെ പോയിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പോയിട്ട് ഈ മറുകിനെ മാസ്ക് ചെയ്യണം, നമ്മൾ പുട്ടിയിടണം, എവിടെ പോയിട്ട് ചെയ്യണം, നമ്മളെ മുഖത്ത് പോയിട്ട് ചെയ്യണം. അപ്പോഴേ അത് മാറുള്ളൂ. അപ്പോഴേ നിങ്ങളെ കണ്ണാടിയിൽ, മിററിൽ കാണുന്ന റിഫ്ലക്ഷൻ എന്തായിട്ട് മാറുള്ളൂ, നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള റിഫ്ലക്ഷൻ ആയിട്ട് മാറും. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ്. ഇതാണ് നിങ്ങളുടെ ലൈഫിലും സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളെ കണ്ണാടി എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ. ഇവിടെ നിങ്ങൾ എന്നത് നിങ്ങളുടെ മനസ്സാണ്. ഇത് ഞാനൊരു ഉപമയായിട്ട് പറഞ്ഞതാണ്. അപ്പം ഈ മിററിന്റെ മുന്നിൽ വെക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആണ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കാണുന്ന കുറെ പ്രശ്നങ്ങൾ. നിങ്ങളുടെ നിങ്ങളും നിങ്ങളെ കുട്ടിയുമായിട്ടുള്ള ബോണ്ടിങ്ങിന്റെ റിഫ്ലക്ഷൻ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ളത്, നിങ്ങൾ ബാക്കി എന്തും, നിങ്ങളുടെ വർക്ക് സ്പേസിലാണെങ്കിൽ അവിടെ നിങ്ങളെ കൊളീഗ്സുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ഇതൊക്കെ എങ്ങനെയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് എന്താണ്, നല്ല രീതിയിലാണോ അല്ലെങ്കിൽ കച്ചറയാണോ, എന്താണെങ്കിലും എല്ലാം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ റിഫ്ലക്ഷൻ. സോ നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റണമെങ്കിൽ, നല്ലൊരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മനസ്സിൽ പോയിട്ടാണ് അതിനെ മാറ്റേണ്ടത്. മനസ്സ് പോയിട്ട് നമ്മൾ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് പുറത്ത് കാണുന്ന ഈ സംഭവങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയാണ് റീപ്രോഗ്രാമിംഗ്? നമ്മുടെ മനസ്സിലാണ്. അല്ലാതെ കണ്ണാടിയിൽ പോയിട്ട് നമ്മൾ അവിടെ ക്ലീൻ ആക്കിയിട്ട് കാര്യമല്ല, ആ മിററിൽ ക്ലീൻ ആക്കിയിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് എവറിത്തിങ് ഇസ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ അവിടെയാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ കോർ പോയിന്റ്. അപ്പൊ മൈൻഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേർ വി ഹാവ് ടു ടച്ച് അഗെയിൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ നാശമാവണം എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചില്ല. എന്റെ ഹസ്ബൻഡ് എന്നോട് എന്നും വഴക്കുണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. എന്റെ കുട്ടിയായിട്ട് ഞാൻ എന്നും കച്ചറ ഉണ്ടാവണം, ദേഷ്യം പിടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുക. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നല്ലതാവണം എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട്? ഇപ്പൊ പറഞ്ഞല്ലോ, എന്ത് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അതാണ് വരിക എന്ന് പറയാം. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് അല്ലേ? അതാണ്, ആരും നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്റെ ലൈഫ് ഇങ്ങനെ കൊഞ്ഞാട്ടാവണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊക്കെ ലിമിറ്റേഷൻ വരണം, ഇത്രയൊക്കെ ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യണം, ഇത്രയൊക്കെ ഇടകേറിലൂടെ പ്രയാസങ്ങളൊക്കെ, ദാരിദ്ര്യമൊക്കെ എന്റെ ലൈഫിലേക്ക് വരണമെന്ന് ആരും ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കുന്നത് എന്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവണം എന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കോൺഷ്യസ് മൈൻഡിലാണ് ചിന്തിക്കുന്നത്. ഇത്, ഓ എനിക്ക് ഒരു നല്ലൊരു കാർ വാങ്ങാൻ പറ്റിയതെങ്കിൽ, നല്ലൊരു വീട് വെക്കാം, ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് തിങ്കിങ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള റിയാലിറ്റി, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വലിയ കാർ വാങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്താണ്? ഓ, എൻ്റെ അടുത്ത് പൈസ അല്ല, ഇതൊക്കെ ഈ കാറൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് ഒക്കെ വലിയ പൈസക്കാർക്ക് പറഞ്ഞതല്ലേ. ഈ ഒരു തോട്ട്, ഈ ഒരു തോട്ട് എന്നതിനപ്പുറത്തേക്ക് അതൊരു കോർ ബിലീഫായിട്ട് നിങ്ങളുടെ ഉള്ളിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അത് നമുക്ക് മാറ്റാൻ പറ്റാം? ഇങ്ങനെ ഒരു വിശ്വാസം നമ്മളെ ഉള്ളിലുണ്ട് എന്ന് പോലും നമ്മൾ അറിയില്ല. കാരണം എന്താ വെച്ചാല് അത് ഒരു വിശ്വാസമായിട്ട് ഉള്ളിൽ അങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. കാരണം അത് നമുക്ക് എപ്പോഴോ കിട്ടിയതായിരിക്കാം, നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ പാരന്റ്സ് പറയുന്നത് കേട്ടതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്ര വലിയ നല്ല സാമ്പത്തിക നിലയിലല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ടാവും, ഓ എന്തൊരു ബുദ്ധിമുട്ടാ, കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വീട്ടിൽ സംസാരമെങ്കിൽ, നാച്ചുറലി നിങ്ങൾ കുട്ടിയായപ്പോൾ നിങ്ങൾ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അതൊരു വിശ്വാസമായിട്ട് മാറിയിട്ടുണ്ടാവും, ഒരു കോർ ബിലീഫായിട്ട് മാറിയിട്ടുണ്ടാവും. ഏത്? നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പൈസ അല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എത്ര പൈസ വന്നാലും നിങ്ങൾക്ക് ഈ സ്കാർസിറ്റി തോട്ട് ഉണ്ടാവും, ഓ എന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ ഇല്ല. ഇനി പൈസ വന്നാലും ചിലരൊരു പോക്കറ്റ് മണിയൊക്കെ കിട്ടിയാല് ചിലർ പറയും, ഒന്നും എടുത്ത് ചെലവാക്കണ്ട കേട്ടോ, പൈസ തീർന്നു എന്ന് പറയും. ചെറുപ്പത്തിലേ നമ്മൾക്ക് പല കാര്യം, ഇപ്പം വിഷുക്കണി തരുന്നതുണ്ടാവും, പെരുന്നാൾ പൈസ കിട്ടുന്നതുണ്ടാവും, അങ്ങനെ പല രീതിയിൽ ആരെങ്കിലും ഒക്കെ പോക്കറ്റ് മണിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇതറിയുന്ന പാരന്റ്സ് ഓടി വന്നിട്ട്, ഓ ഇത്രയൊക്കെ കിട്ടിയില്ലേ, ഇനി നല്ലോണം എടുത്ത് വെച്ചു, അത് വേണ്ടാത്ത ആവശ്യത്തിനൊക്കെ എടുത്ത് ചെലവാക്കണ്ട, അത് തീർന്നു പോകുന്നവരും. കാരണം നമ്മൾ എവിടെയോ കൊണ്ടുപോയി ആ പടക്കം വാങ്ങുക, അല്ലെങ്കിൽ അതൊക്കെ വാങ്ങി അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഇതിങ്ങനെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മള് വലുതായാലും നമുക്കൊരു ജോലിയൊക്കെ കിട്ടി ശമ്പളം ഉണ്ടായാലും നമ്മള് ചെലവാക്കാൻ നമുക്ക് മടിയായിരിക്കും. എന്താ നമ്മള് തോട്ടുണ്ടാവുക? പൈസ തീർന്നു, പൈസ തീർന്നു. പക്ഷെ ഈ പൈസ ഇത് ഇങ്ങനെ ഒരു സംഭവം മുന്നിൽ നമ്മളെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല.
നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പോവില്ലല്ലോ. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് ഈ 0 to 7 ഇയേഴ്സിൽ പ്രത്യേകിച്ച് നമുക്ക് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവമല്ല, സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണോ അത് അവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും, അതവിടെ ഉറച്ചു പോയിട്ടുണ്ടാവും, അതൊരു ഗ്ലൂ ചെയ്ത് പോയിട്ടുണ്ടാവും. അതിന് പിന്നെ നമുക്ക് മാറ്റാൻ പ്രയാസമാണ്. മാറ്റാൻ പറ്റും വെൻ വി റീപ്രോഗ്രാം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കിട്ടിപ്പോയ പല 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 കാര്യങ്ങൾ നമ്മളുണ്ടാവും. ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ, അല്ലെങ്കിൽ പല ബന്ധങ്ങളിൽ നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മളെ ചോയ്സസ്, ഇതെല്ലാം ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ മോഡൽ ചെയ്തു പോയതായിരിക്കാം. അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ ഇങ്ങനെ പഠിച്ചെടുക്കുന്നതായിരിക്കില്ല. സ്റ്റെപ്പ് 1 ഇതിങ്ങനെ ചെയ്യണം, സ്റ്റെപ്പ് 2 ഇതിങ്ങനെ ചെയ്യണം എന്നിങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി പഠിച്ചെടുക്കുന്ന കാര്യമായിട്ടില്ല. ഇതൊക്കെ നമ്മളിൽ അറിയാതെ തന്നെ മോഡൽ ചെയ്ത് പോകും. ഈ അറിയാതെ മോഡൽ ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും വലിയ മോഡലിംഗ് നടക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടിക്കാലത്താണ്. അതായത് ഈ 0 to 7 അല്ലെങ്കിൽ 0 to 10, 8, 12 ഇയേഴ്സ് വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ മോഡലിംഗ് നടന്നു പോയിട്ടുണ്ടാവും. അത് നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ അറിയാതെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാരണം അവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമുള്ള ഒരു സമയമാണത്. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഒരിക്കലും അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരി ഏതാ തെറ്റ് ഏതാ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാതെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുമ്പോൾ പിന്നെ അത് തന്നെയായിരിക്കും നമ്മുടെ കോർ ബിലീഫായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇത് കോർ ബിലീഫായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബിലീഫിന്റെ മേലെയാണ് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ബിലീഫിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഈ ബിലീഫായിരിക്കും പിന്നെ നമ്മുടെ പ്രമാണം, നമ്മുടെ ബൈബിൾ. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. നമ്മുടെ ലൈഫിനെ നമുക്ക് വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം നമുക്ക് ആവശ്യത്തിൽ നിങ്ങൾ തന്നെ പല രീതിയിലും കാണുന്നില്ല. നമുക്ക് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാം, ബിൽഡ് ചെയ്യാം, നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ ഇതാണ് സംഭവം, പ്രീ പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഇത് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകും. ഇപ്പൊ നമ്മൾ വെള്ളം, ഇത് പല ഡയമെൻഷനിൽ, അപ്പൊ നമ്മൾ ഡയമെൻഷൻ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് ഉണ്ടല്ലോ, നമ്മളെ ഇപ്പോഴത്തെ കാണുന്ന ഈ ഒരു ചുറ്റുപാട്, ഇതൊക്കെ നമ്മൾ 3D ലൈഫ് എന്ന് പറയും, 3 ഡയമെൻഷണൽ ലൈഫ് എന്ന് പറയും. അപ്പൊ ഇതിനേക്കാളും മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ 4D ലൈഫാണ്. ഈ 4D എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിനെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ലൈഫാണ് 4D. എക്സ്ക്യൂസ് മീ, 4D ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ഡീലിങ്സ് വരുമ്പോൾ, റീപ്രോഗ്രാമിംഗ് വരുമ്പോൾ വി ആർ ഗെറ്റിംഗ് എലിവേറ്റഡ് ടു ദ 4 ഡയമെൻഷണൽ വേൾഡ്. ഓക്കെ, അപ്പം അവിടെയാണ് 4D എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്ത്, അതായത് 4th ഡയമെൻഷനിൽ പോയിട്ട് നമുക്ക് റീപ്രോഗ്രാം ചെയ്താൽ നമുക്ക് എന്ത് ലൈഫാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്ത് ലൈഫാണോ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്ക് സ്മൂത്തർ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനും എൻ്റെ പാരൻസും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ, കാരണം അവരുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ അടിയായിരിക്കും, എന്നും കച്ചറായിരിക്കും, ഫോൺ വിളിച്ചാൽ എടുക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും അസ്വാരസ്യങ്ങളാണെങ്കിലും ഇതൊന്നും എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ബോണ്ട് എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം കുറയ്ക്കണം, സ്ട്രെസ് പോക്കണം, ആൻസൈറ്റി, എല്ലാത്തിനും റീസൺസ് ഉണ്ട്. എല്ലാത്തിന്റെയും റീസൺസ് നമ്മളെ പാസ്റ്റിലുണ്ടാവും. അപ്പം ഇതൊക്കെ മാറ്റണമെങ്കിൽ വി വാണ്ട് ടു ഗോ ടു ദ 4th ഡയമെൻഷൻ. അപ്പൊ ഇത് എവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ദാരിദ്ര്യമാണെങ്കിൽ നമ്മൾ പറയും പൈസ ഈ ലോകത്തുണ്ട്. ഈ പൈസ പൈസ എന്ന് പറയുന്നത് കറൻസി ആയിട്ടല്ല, എനർജി ആയിട്ട് ഈ ലോകത്തുണ്ട്, എനർജി ഫോമൽ ഈ ലോകത്തുണ്ട്. അത് നമ്മളിലേക്ക് നമുക്ക് ശരിയായ രീതിയിൽ ആ എനർജീനെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്കത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. ഉള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 4D ഡയമെൻഷനിൽ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു മാഗ്നറ്റ് ആണ്. അതായത് കാന്തിക സ്വഭാവം നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഈ പറഞ്ഞ മാതിരി നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തിങ്കിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ മൈൻഡിൽ ഉള്ളതെങ്കിൽ
പൊതുവെ നമ്മളെ യൂണിവേഴ്സൽ ലോ അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നത്, അതായത് പ്രാപഞ്ചിക നിയമം അനുസരിച്ച് നമ്മൾ പറയുന്നത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഇനി നമ്മളെ ഉള്ളിൽ പോസിറ്റീവ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഉള്ളിൽ ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് സാധനങ്ങൾ ഇങ്ങനെ അടഞ്ഞു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും എന്ത് നമ്മൾ നെഗറ്റീവ്സ് കാര്യങ്ങളെ നമ്മൾ അട്രാക്ട് ചെയ്ത് കൊടുക്കും. അതാണ് പ്രാപഞ്ചിക നിയമം, അതാണ് യൂണിവേഴ്സൽ ലോ. അപ്പം നമ്മൾ എവിടെ വർക്ക് ചെയ്യണം? അഗെയിൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യണം. അപ്പം ഇതാണ് സാധാരണ നമ്മൾ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമുക്ക് വേണ്ടുന്ന അബൻഡൻസും വെൽത്തും നല്ല ഫാമിലി ലൈഫും ഒന്നും നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മളെ പൊളാരിറ്റി പോസിറ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല നല്ലതും ചെയ്തതൊക്കെ എനർജി വൈസ് ആയിട്ട് നമ്മുടെ ഫിഫ്ത്ത് ഡയമെൻഷനിലുണ്ട്. പക്ഷെ ഈ ഫിഫ്ത്ത് ഡയമെൻഷനിലുള്ള ഈ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അലൈൻമെന്റ് സെറ്റ് ആക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അലൈൻമെന്റ് ഇങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചാൽ പിന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ 5D ഡയമെൻഷനിൽ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ വാട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ടറിൽ മൂന്ന് അവസ്ഥയിലായിട്ട് നിൽക്കുന്നുണ്ട്: സോളിഡ്, ഗ്യാസ്, ലിക്വിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്ത് അത് ആ ഫോമിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ഐസ് ആയിട്ട് വെക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരവുമായിട്ട് നമുക്ക് സാമ്യത തോന്നും അല്ലെ, ഇതൊരു മാറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ അതായത് നമ്മുടെ 3D ഡയമെൻഷനിലുള്ള പോലെ, അതായത് ഐസ് ക്യൂബ് 3D ഡയമെൻഷൻ അല്ലെ. ഐസ് ക്യൂബ് എങ്ങനെയാണ് 3D ഡയമെൻഷനിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് നമുക്ക് അതുപോലെ യോജിക്കാം. ഇതേപോലെ തന്നെ ഈ വെള്ളം ലിക്വിഡ് ആകുമ്പോൾ ദ്രാവകമാവും, അതായത് എന്താണ് അതിന് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം അതിന് അങ്ങനത്തെ ഷേപ്പ് ഒന്നുമില്ല. എവിടെ നമുക്കത് ഒഴുക്കി വിടാൻ പറ്റുമോ ആ ഒഴുകുന്നോടത്തൊക്കെ അതിന് പരക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം ഈ വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലായിട്ട് നിൽക്കുമ്പോൾ അത് നമ്മുടെ മനസ്സുമായിട്ട് സിമിലർ ആണ്. അതായത് നമ്മുടെ മനസ്സിന് സ്ഥലവും കാലവും ബാധകമല്ല എന്ന് പറയുമ്പോൾ അതിന് പരക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. അപ്പൊ അതിന് എവിടെ വേണമെങ്കിലും നമ്മുടെ യൂണിവേഴ്സിൽ പോകാം എന്നുള്ളതാണ്. എവിടെ വേണമെങ്കിലും അതിന് പോകാം. സിമിലർലി ഈ വെള്ളത്തിന്റെ ഒരു സ്റ്റേറ്റ് അങ്ങനെയാണ് അല്ലെ, ഒരു ഫ്ലോ സ്റ്റേറ്റ് ആണ്. ഇതേ ഫ്ലോനെസ് നമ്മളെ മൈൻഡിനും ഉണ്ട്. അപ്പൊ അത് എവിടെ കൊണ്ടുപോയിട്ടാലും ആ വെള്ളത്തിന് അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും, പരക്കാൻ പറ്റും. ഏത് ഷേപ്പിലാണോ കൊണ്ടുവരുന്നത് ആ ഷേപ്പ് നമുക്ക് ആക്കാനും പറ്റും. ഇനി ഇതിന്റെ വെള്ളത്തിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നീരാവി എന്ന് പറയും. അതിനെ നമുക്ക് കാണാൻ പറ്റും ഇല്ല. വെള്ളം തിളച്ചു കഴിഞ്ഞാല് അത് പിന്നെ ആവിയായിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഈർപ്പ കണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മുടെ ആകാശത്ത് ഈ കിടക്കുന്ന ഈർപ്പങ്ങൾ, ഈ കുഞ്ഞു കുഞ്ഞു വാട്ടർ മോളിക്യൂൾസ് നമ്മൾ കാണുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ ഒരു ന്യൂനമർദ്ദം കൂടി ശക്തി പ്രാപിച്ചാൽ പിന്നെ അത് മഴയായിട്ട് വരും. അതായത് സോളിഡ് ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് അതിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അത് കാണുന്നത് അല്ലെ. അത് 5D അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റില്ല. ഇത് തന്നെയാണ് 5D ഡയമെൻഷനിൽ എനർജി ഫോമിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ അത് നീരാവിയായിട്ട് ആവിയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം അല്ലെ. എപ്പോഴും അറിയാം. നമ്മൾ തിളച്ച വെള്ളം നമ്മള് കയ്യിൽ ഒഴിച്ചാല് നമുക്ക് വെള്ളം എന്താണ് ഒഴിച്ചത് നമ്മൾ അറിയും. കാരണം വെള്ളം വന്ന് പതിക്കുന്നത് നമ്മൾ കാണുന്നത് കൈ പൊള്ളുന്നതാണ്. പക്ഷെ നല്ലൊരു കുക്കറിൽ ഇങ്ങനെ ആവി പോകുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ നല്ലോണം തിളയ്ക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ നമ്മൾ കൈ കൊണ്ട് വെച്ചാല് ഈ വെള്ളം അറിയുന്നതിനേക്കാട്ടിലും വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ കൈ അല്ലെ. കാരണം അവിടെ നമ്മൾ ആ നീരാവിയെ കാണുന്നില്ലെങ്കിൽ കൂടി അതിന്റെ ഹീറ്റിലൂടെ നമ്മൾ അത് അറിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രക്കും ഹൈ എനർജി ഫോമിലാണ് ഈ വെള്ളം ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഇതേപോലെയാണ് ഈ നമ്മൾ 5D ഡയമെൻഷനിൽ നിൽക്കുന്ന എല്ലാ ഏരിയസും നല്ല ഹൈ എനർജി സ്റ്റേറ്റ് ആണ്. അപ്പൊ നല്ല ഹൈ എനർജി സ്റ്റേറ്റിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതല്ല, നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ തന്നെ പറ്റും. ബട്ട് വി ഹാവ് ടു ഓറിയന്റ് അവർ മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതുമായിട്ട് കറക്റ്റ് ഓറിയന്റേഷനിൽ കൊണ്ടുവരണം, കറക്റ്റ് അലൈൻമെന്റിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ റീകണക്ട് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ മഴ ഇപ്പൊ ചില ദുബായിലൊക്കെ കാണാറില്ലേ, അവിടെ കുറെ എന്താണ് ക്ലൗഡ്സ് ഫോം ചെയ്താല് അപ്പൊ അവര് എന്ത് ചെയ്യും, ബൊമ്പാട് ചെയ്തിട്ട് ഈ വെള്ളത്തിന് ഇറക്കും അല്ലെ.
അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതേപോലെ അത് അവരങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക ചെയ്യാം. ഗവൺമെന്റ് അവിടെ തയ്യാറായിട്ട് നിൽക്കും. എപ്പോഴാണോ ഇവിടെ ഇത് വരുന്നത് അപ്പൊ അവിടെ സീഡ് ബോംബിങ് ചെയ്യും. അപ്പം ഇതേപോലെ നമ്മളെ നന്നായിട്ട് ഓറിയന്റ് ചെയ്ത് നമ്മളെ കണ്ടീഷൻസ് ഒക്കെ നമ്മളെ സെറ്റ് ആക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ടത് നമ്മൾ ഈ 5D ഡയമെൻഷനിലുള്ളത് നമുക്ക് 3D ലൈഫ് ഡയമെൻഷനിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ കോമൺ ലൈഫിലേക്ക് നമുക്കത് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ചിലർ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോലെ, എത്രയും കാലം ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് തിങ്കിങ് ആയിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കട്ടെ, അപ്പൊ ശരിയാവുമല്ലോ. അങ്ങനെ ചിന്തിച്ചു പോയാലും പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് സാധനങ്ങൾ, ഈ കോർ ബിലീഫ്സും സബ് കോൺഷ്യസുള്ള ഈ സാധനങ്ങളൊക്കെ അതേപടി വെച്ചിട്ട് നിങ്ങൾ ഇനി ചിന്തിക്കാൻ പോകണം. യെസ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് മാറി ചിന്തിക്കട്ടെ, ഞാൻ കുറച്ച് പോസിറ്റീവ് ചിന്തിക്കട്ടെ. യെസ്, ഞാൻ വെൽത്തിയാണ്, ഞാൻ ഭയങ്കര പൈസക്കാരനാണ്, ഞാൻ ഭയങ്കര കാമാണ്, കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് കയറുമ്പോൾ ഞാൻ കാമാണ്, ഞാൻ പേഷ്യന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻ എടുക്കും പോലെ ഇങ്ങനെ എടുത്തിട്ട് കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തോ അത് എടുത്തു മാറ്റാതെ നിങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് പോസിറ്റീവായിട്ട് അഫർമേഷൻ എടുത്തിട്ടോ തിങ്ക് ചെയ്തിട്ടോ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, സിംപ്ലി ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു വയലിൽ കൃഷി ഇറക്കുന്നുണ്ടെങ്കിൽ, നിലത്തൊരു കൃഷി ഇറക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ആദ്യം നിങ്ങൾ പോയിട്ട് അവിടെ വിത്ത് ഇറക്കുകയാണ് ചെയ്യുക? അല്ല, ആദ്യം നിങ്ങൾ ആ സ്ഥലം പോയിട്ട് ക്ലീൻ ആക്കും. അവിടെയുള്ള കളങ്ങൾ, വേണ്ടാത്ത ചെടികളെല്ലാം പറിച്ച് ക്ലീൻ ആക്കി ഉഴുത് മറിച്ച് ആ മണ്ണ് സെറ്റ് ആക്കിയിട്ടേ നിങ്ങളുടെ സീഡ് വിതയ്ക്കുള്ളൂ. എന്നിട്ടേ സീഡ് വിതയ്ക്കുള്ളൂ. അങ്ങനെ വിതച്ചാൽ മാത്രമേ ആ സീഡിന് അവിടെ വളരാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത്, ആ വേണ്ടതിനെ നിങ്ങൾക്ക് വിത്തായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്യുവർ ആക്കണം. ഇങ്ങനെ നിങ്ങൾ പ്യുവർ ആക്കാതെ നിങ്ങൾ കുറേ പോസിറ്റീവ് അഫർമേഷൻസ് അല്ലാതെ കുറേ പോസിറ്റീവ് തിങ്കിങ് എടുക്കുമ്പോൾ അത് ടോക്സിക് പോസിറ്റിവിറ്റി ആവുക ചെയ്യാം. അതൊരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കോർ ബിലീഫ് അവിടെ തന്നെ ഉണ്ട്. ഏത്, പിന്നെ ഈ നിലത്ത് നിങ്ങൾ കുറെ ഇപ്പോഴും ആ പാഴ്ചെടികൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വിത്ത് ഇറക്കിയാൽ എന്താ സംഭവിക്കുക? ഈ വിത്ത് മുളച്ച് വരുമ്പോഴത്തേനും ഈ വേണ്ടാത്ത ചെടികളൊക്കെ വന്നിട്ട് ആ വിത്തിനെ നശിപ്പിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിനെ ഗ്രോ ചെയ്യാൻ അനുവദിക്കില്ല. അപ്പൊ അതിന് ശരിയായിട്ടുള്ള എന്താണ് മിനറൽസ്, വാട്ടർ ഒന്നും കിട്ടില്ല. അപ്പൊ അതെല്ലാം ആര് വലിച്ചെടുക്കും? നമ്മളെ ഈ പായ്ച്ചെടികൾ വലിച്ചെടുത്ത് അങ്ങനെ ശരിയായ വിത്ത് എന്താണോ നമ്മൾ നടാൻ ഉദ്ദേശിച്ചത് അത് മാത്രം വളരില്ല, ബാക്കിയെല്ലാം വളർന്നിട്ടുണ്ടാവും. ഇതേ അവസ്ഥയിൽ പോകും. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ പോസിറ്റീവ് അഫർമേഷൻ എടുക്കുക, പോസിറ്റീവ് തിങ്ക് ചെയ്യുക എന്നുള്ളതല്ല. പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതിനെ ആദ്യം റിമൂവ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കറകളുണ്ടോ, എന്തൊക്കെ നെഗറ്റീവ് അതിനെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ റീപ്രോഗ്രാം, അതായത് പ്രോഗ്രാം ചെയ്ത് അവിടെ വെക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഇമ്പാക്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, ഒരു പ്രകൃതിയിലെ ഒരു സംഭവം എടുത്തിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഒരുപാട് സയൻസ് നമുക്ക് കിട്ടും. കാരണം നമ്മളൊരു പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിനെയും നിയന്ത്രിക്കുന്നത് യൂണിവേഴ്സൽ ലോസ് ആണ്, പ്രാപഞ്ചിക നിയമങ്ങൾ. ഇതേ നിയമം തന്നെയാണ് നമ്മുടെ മനസ്സിനെ മീൻസ് നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഭൂമി കുറേ വർഷം, നൂറ്റാണ്ടുകളായിട്ട് ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബില്യൺ ബില്യൺ ഇയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഒരു വർഷം പോലും അതിന്റെ ഒരു ഡിഗ്രി പോലും അനങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ സൂര്യൻ ഭൂമിയോട് അടുത്തിട്ടില്ല, ആ ഓർബിറ്റ് അവരെ തട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ഇൻ ഡിവൈൻ ഇന്റലിജൻസ്. ഇപ്പൊ നമ്മളൊരു മരം നട്ടാൽ അതൊരിക്കലും താഴോട്ടേക്ക് വളരുന്നില്ല, പകരം മുകളിലേക്കാണ് വരുന്നത്. വൈ? ബിക്കോസ് അതിനറിയാം അതിന്റെ മുകളിലേക്കാണ് അത് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ഡിവൈൻ ഇന്റലിജൻസ്. ഒരു ആപ്പിള് മരത്തുമെന്ന് വെക്കുമ്പോൾ അതൊരിക്കലും മേലോട്ടേക്ക് പോകുന്നില്ല, അത് താഴോട്ടേക്കാണ് വരുന്നത്. ആപ്പിള് എന്നല്ല, ഓറഞ്ച്, വേറെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഒരു മുകളിൽ നിന്ന് താഴോട്ടേക്ക് മീൻസ് മുകളിൽ നിന്നും എന്തെങ്കിലും ഒരു ഫോഴ്സ് കട്ട് ചെയ്ത് അത് പിന്നെ താഴോട്ടേക്കാണ് പതിക്കുന്നത്. ബിക്കോസ് അതിനറിയാം ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. യൂണിവേഴ്സൽ ലോ ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും ഈ പ്രകൃതിയും ഈ ഭൂമിയും ഈ എല്ലാം എന്താണ്, യൂണിവേഴ്സൽ ലോന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സും ആക്ച്വലി പ്രാപഞ്ചിക നിയമങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കപ്പെടുന്നത്. അപ്പം ആ പ്രാപഞ്ചിക നിയമങ്ങളിൽ പെട്ടതാണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അതായത് പോസിറ്റീവ് അട്രാക്ട്സ് പോസിറ്റീവ്, നെഗറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ് എന്നുള്ളത്.
സാധാരണ നമ്മൾ ബാറ്ററിക്ക് നമ്മൾ ഓപ്പോസിറ്റാ കൊടുക്കല്ലേ, ഒരു പോസിറ്റീവിന്റെ അടുത്ത് പോയിട്ട് നെഗറ്റീവ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. പക്ഷേ പ്രാപഞ്ചിക നിയമങ്ങളിൽ അങ്ങനെയല്ല. അത് പോസിറ്റീവ് അട്രാക്ട്സ് പോസിറ്റീവ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സും അതിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ മനസ്സിനും ഒരു ഡിവൈൻ ഇന്റലിജൻസ് ഉണ്ട്. നമ്മുടെ മനസ്സിന് ഒരു ഡിവൈൻ ഇന്റലിജൻസ് ഉണ്ട്. നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടാവ് നമ്മളിലുണ്ട്. അതിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഇന്റലിജൻസ് നമ്മളിലുണ്ട്. പക്ഷെ ആ ഒരു ഇന്റലിജൻസ്, ആ ഒരു ഡിവിനിറ്റി നമ്മളെ ഉള്ളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഒരു കണക്ഷൻ ഇല്ലാതെ, ഒരു തോന്നിയ പോലെ, ആഹ് ഒരു അറ്റവും കിട്ടാതെ എന്തുകൊണ്ടാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ ചിതറി പോകുന്നത്? ബിക്കോസ് നമ്മൾ ആ കൊടുത്ത പ്ലഗിൽ നിന്ന് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. ആ പ്ലഗ് അവിടെ ലൂസ് ആയി പോയിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ദൈവത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. നമുക്ക് കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും, തെറ്റ് ചെയ്താൽ നരകത്തിലിടും, അല്ലെങ്കിൽ തീയിൽ കൊണ്ടുപോയിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ദൈവത്തെ നമ്മൾ കാണുന്നത് പേടിച്ചിട്ടാണ്, അല്ലെ? ശിക്ഷിക്കുന്നവൻ. നമ്മൾ എങ്ങനെയാണ് ദൈവത്തിനെ കാണേണ്ടത്? രക്ഷിക്കുന്നവനായിട്ടാണ് നമ്മൾ ദൈവത്തിനെ കാണുന്നത്. രക്ഷകനാണ്, നമ്മുടെ രക്ഷിതാവാണ്, അല്ലെ? നമ്മുടെ രക്ഷിതാവാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ആക്ച്വലി നമ്മുടെ പാരന്റ്സ്. അപ്പൊ നമ്മുടെ പാരന്റ്സും നമ്മളെ ശിക്ഷിക്കുന്നുണ്ട്, നമ്മുടെ ദൈവവും നമ്മളെ ശിക്ഷിക്കുന്നുണ്ട്. പിന്നെ എങ്ങോട്ടാണ് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടേണ്ടത്? അല്ലെ? നമ്മൾ ചിന്തിച്ചു പോവില്ലേ? നമ്മൾ എന്തോ ഒരു കാര്യം ചെന്ന് പാരന്റ്സിന്റെ അടുത്ത് പറയുമ്പോൾ, നീ അത് ചെയ്തോ, നീ എന്തിനാ അത് ചെയ്തോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളങ്ങോട്ട് ശിക്ഷിക്കുന്നത്. പാരന്റ്സ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവാണ്, രക്ഷിക്കുന്നവനാണ് ആവേണ്ടത്. പക്ഷെ നമ്മൾ എന്തോ ഒരു കാര്യം ചെന്ന് പറയുമ്പോഴത്തേനും നമ്മളെ ശിക്ഷിക്കുന്നവനായിട്ട് പറയും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, നമ്മുടെ ജനിച്ചത് മുതൽ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആള് പോലും നമ്മളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ നമുക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റുക? അല്ലെ? നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുമ്പോൾ എന്റെ പാരന്റ്സ് പോലും എന്നെ ശിക്ഷിക്കുന്ന, ഈ പാരന്റ്സ് ആണ് ശരിക്കും ഡിവൈൻ റിഫ്ലക്ഷൻ ആയിട്ട് മാറേണ്ടത്, ദൈവത്തിന്റെ പ്രതിഫലനമായിട്ട് മാറേണ്ടത്. എന്നിട്ട് പോലും എന്നിട്ട് പോലും എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവര് ശിക്ഷിക്കുന്നു. നമ്മൾ പഠിച്ചതും എന്താണ്? ദൈവം ശിക്ഷിക്കുന്നവനാകുന്നു. പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ആ കണക്ഷൻ കിട്ടുമോ? എപ്പോഴാ പിന്നെ നമുക്ക് അലൈൻമെന്റ് കിട്ടുക? പിന്നെ എങ്ങനെ നമുക്ക് അതിന്റെ ഒരു ട്രാക്കിലേക്ക് നമുക്ക് കയറാൻ പറ്റുക? ഇതാണ് പറഞ്ഞത്. ഈവൻ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ പോലും ഈ ഒരു ഡിസ്കണക്ഷൻ വന്ന് പോയിട്ടുണ്ട്, റിലീജിയസ് റിപ്രഷൻ വന്ന് പോയിട്ടുണ്ട്, അല്ലെ? അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ പോലും ഈ ഒരു ഡിസ്കണക്ഷനും ഡിസോറിയന്റേഷനും ഒക്കെ വന്ന് പോയിട്ടുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ മൈൻഡിൽ കുത്തിവെച്ച ഇത്തരം പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് കടന്നു വന്ന ഇത്തരം കണ്ടീഷനിങ്ങിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയത്. സോ ഇതിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ നമ്മുടെ പുതിയൊരു സ്പിരിച്വൽ പാത്തിലൂടെ നമുക്ക് പോകാൻ പറ്റും. സ്പിരിച്വൽ അവയർനെസ്, പുതിയൊരു സ്പിരിച്വൽ അവയർനെസ് നമ്മളിലേക്ക് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ പറ്റും. ഇതൊക്കെ പറ്റും ഇഫ് വി റീപ്രോഗ്രാം അവർ മൈൻഡ് എന്നുള്ളതാണ്. അപ്പൊ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു മരം അല്ലെങ്കിൽ ഒരു വിത്ത് നട്ടാല് ആ വിത്തിന് വെള്ളവും വെളിച്ചവും വളവും ഇട്ട് കൊടുത്താല് അത് നാച്ചുറലി അതിങ്ങനെ വളരും. അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് ഒരു പ്രശ്നവുമില്ല അവിടെ. അത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ന വിത്തും. നമ്മളും ഒരു വിത്തല്ലേ ആക്ച്വലി, അല്ലെ? എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ അങ്ങനെ വരാൻ പറ്റാത്തത്? എവിടേക്കോ നമ്മള് എവിടേക്കോ നമ്മളെ എവിടേക്കോ നമ്മളെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, എവിടേക്കോ നമ്മളെ കണ്ടീഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു നാച്ചുറാലിറ്റിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുക, ആ ഒരു ന്യൂട്രാലിറ്റിയിൽ നമുക്ക് നിന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് മക്കൾ വരുമ്പോൾ നമുക്ക് ആ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുന്നത്, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാകുന്നത്, കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ നമ്മൾ പെരുമാറേണ്ടി വരുന്നത്. കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, എനിക്ക് കാമാവണം, എനിക്ക് ഇമോഷണലി ന്യൂട്രൽ ആവണം, എനിക്ക് മക്കളോട് സ്നേഹത്തോടെ പെരുമാറണം, എനിക്ക് നല്ലൊരു ജീവിതം ജീവിക്കാം, നല്ലൊരു ലൈഫ് എനിക്ക് കെട്ടിപ്പടുക്കണം എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടു വളരുന്ന മക്കൾ, അതായത് നമ്മൾ കുറെ അനുഭവിച്ച്, നമ്മൾ കുറെ കണ്ടീഷൻ ചെയ്ത്, അപ്പം നമ്മളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ മക്കളോട് പറയും, അല്ലെ? മക്കള് വലിയ മക്കളാണെങ്കിൽ ഇപ്പൊ നമ്മളെ അനുഭവങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവര് കാണുന്നത് എന്താ? ഈ സഹിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഈ നമ്മളെന്ന പാരന്റ്സിനായിരിക്കും അവർ കാണുക. അപ്പൊ നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു ഫ്രീഡം അല്ല, കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം ഒക്കെ പോയി പഠിത്തം നിന്ന് പഠിക്കുക, ഇനിയിപ്പോ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ജോലിക്കും പോയി, വീട്ടിലും പണി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ലൈഫ്, നരകാണ്, എന്തൊരു ലൈഫാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മളെ മക്കൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവര് വിവാഹപ്രായം എത്തുമ്പോൾ നമ്മൾ പറയും, ആ കല്യാണമൊക്കെ കഴിക്കാനുള്ള പ്രായം, നമ്മൾ കല്യാണം നോക്കുകയല്ലേ എന്ന് പറയുമ്പോൾ അവർ പറയും നോ പറയും.
അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ അനുഭവം പറയുമ്പോൾ ആഹ് അവര് അത് മനസ്സിലാക്കാണ്. അവര് വിചാരിക്കുന്നത് നോക്കൂ, കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലേ സംഭവിക്കുക. ഈവൻ ഇപ്പൊ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ കൂടി, അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ കൂടി, അവരുടെ മുന്നിൽ ലൈവായിട്ട് നമ്മളെന്നൊരു എക്സാമ്പിൾ നമ്മുടെ കഥകളിലൂടെ അവർ നമ്മളെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എക്സ്പീരിയൻസിനെ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവര് പറയും എനിക്ക് കല്യാണം വേണ്ട. അപ്പൊ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ഇപ്പോഴത്തെ ജനറേഷന് കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മക്കളെ കണ്ടീഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും, പ്രോഗ്രാം ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും, ഉഫ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഈ അവയർനെസ് വന്നു കഴിഞ്ഞാൽ, തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ മാറ്റാം, റീപ്രോഗ്രാം ചെയ്യാം. അഗെയിൻ യു ഹാവ് ദ ചാൻസ്. നിങ്ങൾക്ക് അതിന് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ ഓപ്പൺ ആക്കി അതിനു വേണ്ടി സറണ്ടർ ചെയ്ത് അത് റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മാറി 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 വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പം കുറച്ച് സമയമായി, കുറച്ച് കൂടുതൽ സമയം എടുത്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് മൈൻഡിന്റെ കളികൾ. ഇങ്ങനെയൊക്കെയാണ് മൈൻഡ് എന്ന പ്രതിഭാസം. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തിയത്. ഒരുപാട് പറയാനുണ്ട്. അപ്പം നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, മൈൻഡ് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് വരുമ്പോഴൊക്കെയാണ് നമ്മൾ ശരിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും, അതായത് ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും പാരന്റിങ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഇപ്പൊ സ്പിരിച്വൽ ലൈഫ് ആണെങ്കിൽ കൂടി, അതിനെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഒരു ഡിവൈൻ ഇന്റലിജൻസോട് കൂടിയിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് നല്ലൊരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. നമ്മൾ ഈ ഒരു നോർമൽ വേൾഡിൽ, നോർമലൈസ്ഡ് ആയിട്ടുള്ള വീട്ടിൽ നമ്മളിങ്ങനെ ജീവിച്ച് ജീവിച്ച് ചേർന്ന് പോകും എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ഉള്ളിൽ എന്തൊക്കെ വിശ്വാസങ്ങളാണോ കയറിയത് അത് തന്നെ സത്യം എന്ന് മനസ്സിലാക്കി, അതാണ് ജീവിതം, അതാണ് സത്യം, അതാണ് എന്റെ ലോകം, ഇതാണ് എന്റെ ജീവിതം എന്ന് മനസ്സിലാക്കി നമ്മൾ അതിങ്ങനെ മുന്നോട്ടേക്ക് പോകും. പ്രശ്നമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും കരകയറണം, ഇതിൽ നിന്നും നിങ്ങളുടെ ലൈഫ് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കണം, സ്റ്റെപ്പ് എടുക്കണം എന്ന്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ലെറ്റ്സ് എൻഡ് ദ പ്രോഗ്രാം. അപ്പം നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. പിന്നെ രണ്ട് അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മളെ നെക്സ്റ്റ് വീക്കില് ഒരു പാരന്റിങ് വർക്ക്ഷോപ്പും വരുന്നുണ്ട്. ഇതേപോലെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പും വരുന്നുണ്ട്. പാരന്റിങ് വർക്ക്ഷോപ്പ് എങ്ങനെയാ വെച്ചാൽ 5 വീക്സ് ഉണ്ടാവും. അപ്പോൾ വീക്ക്ലി വൺസ് ആയിരിക്കും ക്ലാസ്. ഇതേപോലെ നമ്മൾ റീപ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പറഞ്ഞുകൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളായിട്ട് നല്ലൊരു പാരന്റൽ ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കുട്ടികളുടെ പിന്നാലെ പോയിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളിൽ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഡു കണക്ട് മീ. വളരെ ചെറിയ പേയ്മെന്റ് ആണ് ഉള്ളത്. കാരണം പാരന്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം കാരണം നമ്മുടെ ഭാവി തലമുറയെ നിലനിൽക്കുന്നത് നമ്മളാണ്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഡു കണക്ട് മീ. ഇതേപോലെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പും വരുന്നുണ്ട്. അത് നമ്മളെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെ മൊത്തമായിട്ട് നമ്മുടെ ലോകം മൊത്തം മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അഗെയിൻ യു കം ഫോർ ദാറ്റ്. എന്താണെങ്കിലും പ്ലീസ് ഡു കണക്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് ദിസ്. താങ്ക് യു സോ മച്ച്.